എണ്ണ ചേർത്തോ? ചുമ്മാ മുഴുവനോടെയോ? കീറിയിട്ട് അങ്ങൊന്നും അത് ഇതാവത്തില്ല. കീറിയിട്ടിട്. ഇന്ന ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്നോട് ചോദിക്കാൻ വേണ്ട. അപ്പോ കീറിയിട്ട് വേണ്ട ഇടാനായിട്ട്. അത് പരീക്ഷിച്ചു വെറുതെ നശിപ്പിക്കല്ലേ. ഷാമ്പൂനെ മോനെ ഷാമ്പൂടെ അത് ഞാൻ തരാം. വിട്ടെ ഞാൻ തരും. പിന്നെ തരത്തില്ല. പോ തരത്തില്ല. ഇന്നലെ എന്നെ പറ്റിച്ചു. വേണ്ട തരികയില്ല. ചക്കരയല്ല പൊന്ന് തരാന്ന് പറഞ്ഞ കുടിച്ചിട്ട് തരും. തരും. ആരും എഴുന്നേറ്റില്ല ഷാമ്പൂ അല്ലാതെ. അവിടെ ഒരു ചെറിയ പുറുപുറുപ്പ് കേൾക്കാമല്ലോ. ഫോൺ കോൾ. അല്ലേ അവളോട് കുഞ്ഞെന്നോട് ചോദിച്ചാ അവിടെ ഇട്ട് കഴുകിയിട്ട് അന്നേരം ഉണ്ടാക്കാനുള്ളത്. അവളത് ഓർത്ത് തന്നെ കിടന്നുറങ്ങിയതും പിന്നെ എണീക്കുമ്പോൾ അവൾ അതല്ലേ ചോദിക്കുള്ളൂ. അവിടെ ചെന്ന് കിടക്കും. ഒരു കടയിലാണ് രാവിലെയാണ് ഉച്ച വെച്ചാൽ അതുപോലെ ഒരു 10 മണി കഴിയുമ്പോൾ എണ്ണപ്പലഹാരം ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ലേ? അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൊടുക്കും. ഉണ്ടാക്കി കൊടുക്കില്ലേ? ഞാൻ പറഞ്ഞേ വിളിച്ചിട്ടേ ചെറിയ വിളിച്ചിട്ടൊന്നും അവിടെ തിരിഞ്ഞും പറഞ്ഞ് കിടക്കുന്ന ചേച്ചിയുടെ പോകുന്നില്ല. നമുക്ക് കുട്ടപ്പായാണ് ചാടി തന്നേന്ന് പറഞ്ഞേ. ഞാൻ വന്ന് കുട്ടപ്പായ എടുത്ത് കണ്ണാടി വെച്ചുകൊണ്ട് പോവുകയാണ്. അത് കുട്ടപ്പായടുത്ത് കണ്ണാടി വെച്ചോണ്ട് പോവുകയാണ്. ഇപ്പൊ അവളെന്നെ ചോദിക്കുക പോവാണോ? ആരാ മോളെന്നറിയോ? യൂറോടടുത്ത് വിട്ടുവിട്ടെ അല്ലാന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു കുറ്റമാണോ അതെന്തോ ആയിക്കോട്ടെ. അതൊന്നും അല്ല പറഞ്ഞേ. അതൊന്നും ചേച്ചൻ അങ്ങനത്തെ ആവശ്യമില്ല. ചോദിച്ചില്ല. ചേച്ചൻ അറിയാന്നല്ലോ അവരെ. അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചത് എപ്പോഴും പറയും അവരിവൻ എന്നെ ചെയ്യാനാ. എനിക്കൊരു പണി കാണിച്ചു വെച്ചു. ഇപ്പൊ എന്നാ ചെയ്യാനാ? ശ്യാമളമ്മയുടെ മരുമോള് പറഞ്ഞ് എന്റെ ഭാഗത്ത് മാത്രമല്ല അമ്മയുടെ ഭാഗത്തും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആര് പറഞ്ഞു? വീടുണ്ടാക്കും. എന്നിട്ട് ആ വീടിനകത്ത് കുഞ്ഞ് തൊട്ടിയൊക്കെ കെട്ടും. നാരായണിയൊക്കെ ഇന്ന് ഫോണിനാ TV. അതെല്ലാം അവൻ ചെരുപ്പൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്തു. വണ്ടി ഉണ്ടാക്കി കൊടുക്കും. വീടുണ്ടാക്കാൻ നന്നായി പറയും. വീടുണ്ടാക്കാൻ ഞാൻ ആലോചിക്കാം. വളർന്നിട്ടില്ല, പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിലാന്നേ ഉള്ളൂ. വേറെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വൃത്തികേടായി പോകുന്നത്. അതിന് മുന്നേ ഉള്ള നമ്മുടെ എല്ലാവർക്കും ഇല്ല കേട്ടോ. ചിലർക്ക് കല്യാണം കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അതിന് മുന്നേ ആയിരിക്കും. ഓ നിന്റെ കാര്യമായിരിക്കും മോശം. ചേട്ടൻ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞല്ലേ നല്ല കാലം. എനിക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ നല്ല കാലം അല്ലെന്നല്ല പറഞ്ഞേ. എന്റെ ഏറ്റവും നല്ല കാലം കല്യാണത്തിന് മുന്നേ. കൂട്ടി കാണും. കുറച്ച് ചോറ് ഞാൻ കണ്ടുപിടിക്കും. കുറച്ച് മാങ്ങ ചോറിന്റെ മുടയിടും കഴിക്കും. കുറച്ച് മാങ്ങോട്ട് ഞാൻ പറഞ്ഞു ഉപ്പുണ്ടെന്നോ ആയിരിക്കും പറഞ്ഞു. ഒരു ഉപ്പില്ലെന്ന് പറഞ്ഞു. ഇതിനാ ഞാൻ ഉപ്പ് ഇത്ര ഉപ്പിന് വേണ്ടെന്ന് വെച്ചു. ഒന്നുമില്ല, സൂപ്പർ സാധനം കേട്ടോന്ന് പറഞ്ഞു. കാരണം അങ്ങനെ കിട്ടാനില്ലാത്ത സാധനമല്ലേ അമ്മ ഇത്. എന്റെ പൈസ ഇല്ലാത്ത സമയത്താ പുള്ളിക്കാരൻ അടിമാനൊക്കെ 1 കിലോയ്ക്ക് എത്ര പറഞ്ഞടി? 100 രൂപ. പിന്നെ 100 രൂപ. പിന്നെ 100
എന്നോട് പറഞ്ഞു അണ്ണൻ പറഞ്ഞ എത്രയാണെന്നറിയോ 200. പിന്നെ നീ മിണ്ടാതിരിക്കും അത് കഴിഞ്ഞിട്ട് ചെലവാകുന്നില്ല. അല്ല ഒന്നുമല്ല ചെലവാകാഞ്ഞിട്ടോ. ഞാൻ മേടിക്കുന്ന സമയത്തെ പെട്ടിക്കകത്ത് 5 or 6 പെട്ടി നിറച്ചു കൊണ്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. അന്ന് വന്നാ പുള്ളി അടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ പുള്ളി കച്ചവടം പോലും തുടങ്ങിയില്ല. ആദ്യം തരുന്ന എനിക്ക് അല്ലെന്ന് 100 രൂപയ്ക്ക് വിൽക്കുന്ന പറഞ്ഞോട്. എന്നാന്നറിയോ ഈ ഇരട്ടി വിലയൊക്കെ നമ്മള് അവിടെ പിന്നെ സലോമയൊക്കെ ഇടുന്നതല്ലേ, ഇരട്ടി വില ഇതിന്. നമ്മള് മേടിച്ചിട്ടുള്ളപ്പോൾ ഇരട്ടി വില ഇതിന്. അപ്പൊ അണ്ണനോട് ചോദിച്ചപ്പോ അണ്ണൻ പറഞ്ഞു ഇത്ര അണ്ണ വില. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വാടി ഇരിക്കുന്ന ഈ കണ്ടപ്പോ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 100 രൂപയ്ക്ക് നീ ഇപ്പൊ മറ്റേ മാങ്ങാൻ മേടിച്ച കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിന്റെ ചൊനയാണ് ഈ കണ്ണിമാങ്ങയുടെ ടേസ്റ്റ് വരുന്നത്. അത് ഇല്ലാതെ ഉണങ്ങി ഇരുന്നൊരു കാര്യമുണ്ടോ? വാടി ഉണങ്ങിയില്ല, വാടി ഒന്നുമല്ല. 100 രൂപയ്ക്ക് പുള്ളി എനിക്ക് 100 രൂപയ്ക്ക് 1 കിലോയും കുറച്ച് കൂടുതലും കൂടെ ഇട്ടു. നിനക്ക് വരുന്ന പോലെ അവിടെ പഴുത്തുണ്ടായിരുന്നു. ആ കൂടിനകത്ത് 2-3 എണ്ണം ഏത്തയ്ക്ക. അച്ഛൻ കൊണ്ടുവന്ന അല്ലാതെയോ? അണ്ണം തന്നത് വേണോ? കൊച്ചു കുളിച്ചിട്ട് വേണം. കൊച്ചിന് കളിക്കുന്നുണ്ടോ? ജോലി ചെയ്താൽ നല്ല ആരോഗ്യം ഉണ്ടാകും. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇപ്പൊ ചെയ്യുന്നു പറയരുത്. ഇപ്പൊ ചെയ്യാൻ പറയാ. എന്നിട്ടാ പോയാനാ സ്വന്തം കാര്യമൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ ശാമ്പുയെ പോലൊന്നും അല്ല, ഞാൻ കുളിക്കും സ്വന്തമായിട്ട്. ആരും എന്നെ കുളിപ്പിക്കണ്ട. എവിടെ ഞങ്ങളുടെ ഇവിടെ കാണുന്ന ചേട്ടത്തെ പോലെ കാണുന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞാൽ മതി. അല്ലാതെ രണ്ട് ഇത് നിൽക്കട്ടെ. 2 മാസം ചൂട്ടല്ലേ. ഒരു ഇത്രയുള്ള ഒരു കൊച്ചൻ അത് മിരുത്ത തുടങ്ങിയപ്പോ അപ്പനും അമ്മ ഇറങ്ങി പോവാ. അപ്പൊ നിങ്ങളവിടെ പോവാ, ഞാൻ അവിടെ നടക്കാൻ പോവാ. നടന്നു തന്നെ പറയാനും വണ്ണം കുറയും എല്ലാം മതി. അത് ശരി. എന്നിട്ട് തന്നെ ഈ ആനക്ക് വണ്ണം അതിങ്ങനെ പറയണത് ഇതുപോലെ ചീറി ഇരിക്കുന്ന ഇങ്ങനെ പറഞ്ഞ രസം പറയണേ. എന്താ പറയാ, ഞാൻ ഇവിടെ അല്ല പറഞ്ഞത്, ഇതുപോലെയാ പറഞ്ഞത്. ഞാൻ കണ്ടില്ലെന്നാണ് ഓർത്ത്. അല്ല ഞാൻ പറഞ്ഞത് കണ്ടില്ലെന്നല്ല ശ്യാമളമ്മ, കേട്ടില്ലെന്ന്. ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞ ശ്യാമളമ്മയോടെ കിടക്കുന്നത് എന്നെ കുളിപ്പിക്കുന്ന ശ്യാമളമ്മയാന്ന് ഇന്നലെ വന്നപ്പോഴേ അവള് പറഞ്ഞായിരുന്നു. ശ്യാമളമ്മക്ക് വയ്യടി. നിങ്ങൾ നോക്കിക്കേ, ഞാൻ എന്തൊരു സാധനം ചെയ്യിപ്പിക്കുന്നുണ്ടോ അവിടെ. എല്ലാ വർഷവും അവര് പിന്നെ അമ്പലത്തില് പഴംപൊരിയും ബീഫും എങ്ങനെയുണ്ട്? സൂപ്പറാണ്. കഞ്ഞിയും മുളക് പൊടിച്ചതും എങ്ങനെയുണ്ട്? അതിനൊക്കെ സൂപ്പറാണല്ലോ, പണ്ടോട്ടുണ്ട്. പഴങ്കഞ്ഞിയും മുളക് പൊടിച്ചു. പഴംപൊരിയും ബീഫും കൊള്ളാവോ? ഉള്ള കാര്യം പറയണോ, കൊള്ളാവോ ഇല്ലെന്ന്? കൊള്ളാം. ഇനി ഞാൻ എന്നാ പറയട്ടെ? അങ്ങോട്ട് വെച്ചവനെ, അങ്ങോട്ട് വെച്ചോ, ഞാൻ കഴിക്കോളാം. അങ്ങോട്ട് വെച്ചോ. എന്നാ ചൊറിയുന്നോ? വിഷയം മതിയോന്നോ? ഡാൻസ് കളിച്ചല്ലോ, അതൊന്ന് കാണിച്ചേ. ഏതോ പാട്ട് കണ്ടു. മുഖം കാണിക്കേ. അതേത് പാട്ടാടി? അവളുണ്ടാക്കിയതാണ്. അല്ല, ഇപ്പൊ അവിടുന്ന് കണ്ടിട്ട് ഓടി വന്നു. അതല്ലേ ഓടി വന്നു. ഈ വെള്ളം ഉടങ്ങണം. ഉടങ്ങണോ? ഏത് വെള്ളം? ഉടങ്ങണം. വെള്ളമോ? ഏത് വെള്ളം? ചെള്ള ഉടങ്ങിയാലല്ല. ചെള്ള ഉണങ്ങിയിട്ട് ഞാൻ കേറും. എവിടെ കേറും? അങ്ങോട്ട്
ചെല്ലിന്റെ പോകത്തെ അവള് വെള്ളത്തിൽ ചവിട്ടിയല്ലോ അവള്. പപ്പു അവള് പപ്പു. ഇവിടെ ഇവിടെ വെള്ളത്തിൽ ഹൃദയം മുറുങ്ങും. ആ കൊട എടുത്ത് ഡാൻസ് ചെയ്തേ, കൊട എടുത്ത് ഡാൻസ് ചെയ്ത്. പോവാ. ഒരു മുറ പാടുന്നില്ലേ? പോയി മതിയൊന്ന് പോയി. ഒരു സ്ഥലത്ത് ഒരു 3 മിനിറ്റ് കൂടുതൽ നിൽക്കത്തില്ല. ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ പാത്രം വേണ്ടി ഒരു പാത്രം എടുത്തുണ്ടോ ഇടാൻ വേണ്ടി? കുറേ നാൾ ഈ സാധനം ഈ നേരത്തെ വന്ന ഇടയ്ക്ക് നിറച്ചുണ്ടാകുമായിരുന്നു. നിറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നിരത്തൂടെയൊക്കെ കിടന്നിട്ട് ആ പാടെ വൃത്തികേടായ രീതിയിൽ അളിഞ്ഞ് കിടക്കുമായിരുന്നു വീണിട്ട്. എല്ലാം കൂടെ പറിച്ച് കളയാൻ പറ്റുമല്ലേ. പിന്നെ കുയിലുണ്ടായി. നമ്മളിവിടെ ഇല്ലാത്തപ്പോഴാണ് കുയിൽ വന്നിട്ട് അമ്മമാരും കൊണ്ടുപോയായിരുന്നു. കുയിൽ വന്നത് മുഴുവനോടെ വിഴുങ്ങും. ഇപ്പോൾ ഈ സാധനം അങ്ങനെ കുറേ നാൾ ഉണ്ടാകാതിരുന്നു. ഈ മരമെല്ലാം വളർന്ന് എരമ്പൊക്കെയായിട്ട്. അത് കഴിഞ്ഞ് ഇപ്പം മരം മുറിച്ച് പോയപ്പം, റബ്ബർ മരം മുറിച്ച് പോയപ്പം വീണ്ടും ഉണ്ടായി തുടങ്ങിയത്. ആരാണിയൊന്നും ഇന്നത്തെ അയ്യോ ദേ കഴിഞ്ഞ ദിവസം മൊത്തം പറിച്ചു തന്ന ഞാനാ. ഇപ്പം വേണ്ട എനിക്കത്. ഞാൻ രാവിലെ പറിക്കാൻ വന്ന വൈകിട്ട് എടുക്കാൻ ഓർത്ത്. ഓ എന്താ സത്ത് കിട്ടും. ഇത് വെച്ചോണ്ടിരുന്ന ചുമ്മാ ഇവിടെ കിടന്ന് പഴുത്ത് നിലത്ത് നിലം കൂടെ ഒക്കെ ആവും. അത് പറിച്ചെടുക്കണം. പഴുക്കണം. ഒന്നാമത് ചിലതൊക്കെ പഴുത്ത് പോയി. ഓവർ പഴുത്തായി. വേണ്ടേ നടക്ക. പഴുത്ത് ഒരു പരുവായി. അകത്തുണ്ട്. അകത്തുണ്ട്. അത് പറിക്കണമെങ്കിൽ അതല്ല അവിടെ ഓ എന്നാന്നറിയോ? അവളാ മണ്ടേ കയറുന്നത്. ഏമണ്ടേ ആ മണ്ടയില് സ്റ്റൂൾ ഇട്ടിട്ട് അതിന്റെ മണ്ടേന്ന് അവിടുന്ന് സാധനമൊക്കെ താഴെ ഇടുവായിരുന്നു. വെളി കയറിയല്ലേ? ആ തുടലിങ് എടുത്ത ഇവിടെ പൂട്ടിയിട്ടേക്കാം. പട്ടീനെ ഇട്ടേക്കുന്ന ഇവിടെ കയറിയാൽ മഴ ഇറങ്ങിയപ്പോ ഇതിന്റെ കീഴെ കൂടെ കയറിയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുക. ഇവിടെ ഇവിടെ മണ്ട കയറ്റി കൂടുതലാണ്. നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് ജെ? ഞാൻ കണ്ടൊന്നുമില്ല. ഇവിടുത്തെ ഒച്ച കണ്ടേ ഞാനിവിടെ ഇല്ല. ഞാൻ ഇൻവിസിബിളാ. പോകുന്നില്ല. ആര് ചിരിക്കുന്നത്? ഞാൻ നോക്കി കണ്ടില്ല. അത് ഇല്ല. അത് പോയി. അത് എവിടെ കണ്ട പോയി. കണ്ട തപ്പ നടന്നിട്ടുണ്ട് അവള് കാര്യം. അത് പോയി. എത്ര ഉള്ളൂ. വള്ളി ഞാൻ തരാം. ഇവൾക്ക് ഇനി ഇവള് നേരത്തെ വള്ളിയും കറക്കി നടക്കുമല്ലേ. ഇവക്ക് ഞാൻ വേറൊരു പണി കൊടുക്കാൻ. ഇങ്ങോട്ട് വന്നു. ഇതിനെ പൂട്ടിയിട്ടെ. ഇങ്ങോട്ട് വന്നു. പൂട്ടിയിട്ടെ. ഈ ജനലെ പിടിച്ച് കെട്ടിയിടാൻ പോകുന്നതിനെ വേണം. കയ്യിലൊരു ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങോട്ട് പൂട്ടും. ഇട്ടുതരാന്ന് പറയത്തില്ല. നല്ലാന്ന് പറയും. കഴിഞ്ഞ ദിവസം ചവച്ച് തുപ്പല്ലായിരുന്നു. തൊട്ട് വെക്കില്ല. ഏത്? അത് തന്നെ അവിടെ വെക്കും. മൊത്തം കഴിച്ചില്ലെങ്കിലാണ് എടുത്തു കഴിഞ്ഞിട്ട് കേട്ടോ ഞങ്ങൾക്ക് ഇരിക്കണ്ടേ? വേറെ വല്ല സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇത്രയും വലിയ കട്ടിലാന്ന് ഓർക്കണം. ആ ചെറിയ കട്ടിൽ പിന്നല്ലാതെ കപ്പ വേണ്ട ചേട്ടാ. വേറെ വല്ലതും ഉണ്ടോ? ഒരാഴ്ചയൊക്കെ എന്നതിനാ കാപ്പി കൊണ്ടുവന്നത്? ഞാൻ ചെല്ലിയല്ലേ. ചെല്ലുമ്പോ ഞാൻ ചെന്നല്ലേ പറയാൻ പറ്റൂ. ഒരു ദോശ ഞാൻ തൊട്ടത് കടയിൽ നിന്ന് കിട്ടുന്ന 5 ദോശയുടെ അത്ര ഉള്ളതാണ്. എന്നാ
ഇതൊക്കെ വേണോ ചിലപ്പോഴൊക്കെ ടാറ്റാ ബൈ ബൈ ഓക്കെ ആരെങ്കിലും വല്ലതും കൊടുത്താലേ കഴിക്കുള്ളൂ, ഞാൻ കൊടുക്കാൻ. ജയച്ചാച്ചൻ ആവശ്യത്തിന് ചക്കപ്പഴം തിന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാന്. എൻ്റെയൊക്കെ വയറ് നിറഞ്ഞിരിക്കുക ചക്ക. അതെ, അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല ചക്ക തിന്നു കഴിഞ്ഞാൽ. പിന്നെ വരട്ടെന്ന് പോയി. വനത്തിലൊക്കെ ഇങ്ങനെ വെള്ളം വെക്കുകയല്ലേ ആനയ്ക്കും മറ്റു മൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ കോഴിക്ക് കുടിക്കാൻ അവിടെ ഇവിടെ ഇതുപോലെ വെള്ളം വെച്ചേക്കും. ഇല്ല, എന്നാ കൊടുത്തു വിടാനാ? പേരക്കായോ? പിന്നെ എന്നാത്തിനാ പോയി കഴിഞ്ഞാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? കൂടെ പോകാനാണോ? എന്നാൽ വേണേൽ പഠിച്ചു നിർത്താം. ഫോൺ വിളിച്ച് അവിടെ നിൽക്കാൻ പറയാം. എന്തിന്? അത് അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത. അയ്യോ, മണ്ണൊന്നും ഇല്ല അതിനകത്ത്. പിന്നെ കഴുകി വെച്ചേക്കുന്ന ഇത് ശമ്പളം മറിച്ചാണ് ഇപ്പം. അപ്പൊ ഞാൻ പറിച്ചു വെച്ചേക്കുന്ന അവിടെ. അതാ എനിക്കറിയണ്ട. ഇത് കണ്ടോ, ഇത് ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ എടുത്തു. ഇത് കണ്ടോ? മഴ വരുന്നുണ്ട്, മഴ. കിട്ടി ഓണാക്കി വെളിയിലോട്ട് വല്ലതും വെച്ചേക്കാൻ. അവിടെ വെച്ചേ ഇങ്ങനല്ല, കുറച്ചും കൂടെ ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ മതി, അത് മതി. മഴ പെയ്യുന്നുണ്ട്, നല്ല ഇടിയാ വരുന്നത്. കണ്ണാടിയും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് മാറി നിൽക്കാന്ന് വെച്ചാൽ നടക്കൂല. മഴയുടെ വീഡിയോ ഇടുക. മഴയുടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. എന്നാ സംഭവം നടത്തില്ല. അയ്യോ മഴ. ആ സമയമാകുമ്പോൾ ചേട്ടാ കയറി കുളിക്കാൻ കയറുവേ. എന്നിട്ട് മഴയുടെ വീഡിയോ എടുക്ക്, ഇടിയുടെ വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. അയ്യോ, അതെങ്ങനെ അത് തെറിച്ച് വന്നേ? അയ്യോ, ഇതിലെല്ലാം പാർട്സ് ഇവിടെ കിടപ്പുണ്ട്. ഇടി വെട്ടിപ്പോയതാണോ? ലീഫ് കിടക്കുന്നു. എടീ, ഇത് പൊട്ടിക്കിടക്കുന്നതാണോ ലീഫ്? ഈ ലീഫൊക്കെ പൊട്ടി തെറിച്ച് കിടക്കുന്നു. ആണോ? ആ ചക്കക്കുരു സാരമില്ല, അതിനോട്ടെ. ഇടി കിട്ടിയത് അതിനിട്ട്, ആ പൈപ്പിനിട്ട്. അപ്പോ ഇന്നലെയാണോ? ഇന്നലത്തെ കാറ്റത്ത് പോയതാ.
പൊട്ടി തെറിച്ച് വരണം അവിടെ വന്നു. ഇടി അടിച്ചപ്പോഴല്ലേ? ഇല്ല, എന്നാൽ കറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഏതിനിട്ടാലും തട്ടിക്കാണും. എല്ലാം ഇടിയായിരുന്നു, ഭയങ്കര ഇടിയായിരുന്നു. ഇപ്പോഴേ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ആ തൊഴിലുറപ്പുകാർക്ക് ഇടി കിട്ടിയത് നമ്മുടെ തൊട്ട രാജ്യം. ആ ഓക്കെ, തൊഴിലുറപ്പുകാരുടെ ഇടി കിട്ടിയത് നമ്മുടെ ഈ തൊട്ടപ്പുറത്താണ്. ആ ജയന്തി ചേച്ചിയൊക്കെ ഇല്ല നേരത്തെ മനോജേട്ടൻ്റെ അടുത്ത്, അവരൊക്കെ പോകുന്ന തൊഴിലുറപ്പിലെ പുറത്തിട്ടാണ്. സൂപ്പർ മഴ, മഴ കണ്ടുണ്ടെങ്കിൽ മഴ 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 ഞാൻ ഇങ്ങ് പോകുന്നതല്ല. പാല് മേടിക്കുന്നോ? പാലൊക്കെ പിന്നെ ഏത് സംഘത്തിന് പോകുന്നില്ല, ഇടി കാരണം. ഞാൻ പോകുന്നില്ല. അവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ തൊഴിലുറപ്പ് വീണെന്നൊക്കെ ഇടി കിട്ടിയത്. അവിടെ തന്നെ ഞാൻ പോയി ഇനി പണി മേടിക്കണ്ട. അച്ഛൻ വിജയൻ ചേട്ടൻ, വിജയൻ ചേട്ടൻ നിന്നെ തിരക്കായിരുന്നു. വിജയൻ ചേട്ടൻ നീ എന്നെ പറയാം പാല് മേടിക്കുന്ന പാല് മേടിക്കുന്ന ഓമനമ്മച്ചില്ലേ, ഓമനമ്മ. മഴയല്ലേടി, മഴ പോട്ടെ. ഇപ്പൊ എന്നും മഴയുണ്ടോ? മഴക്കാലം പോലായി. വെയിലും മഴയും ഇടിയും എല്ലാം ഉണ്ട്. കുറഞ്ഞു. ആ എടി ഇപ്പൊ എടി കുറഞ്ഞല്ലോ, പോകട്ടെ. അങ്ങോട്ട് ഇറങ്ങിപ്പോയേക്കുവാ, അടയ്ക്കത്ത് പോലും ഇല്ല.
ഇരി അവിടെ, ഇരി അവിടെ. ഇരി. ഇരിക്ക്. ഇരിക്ക് അവിടെ. മനസ്സിലായി. ഇരി. ഇരിക്ക് അവിടെ. ഇരിടാ. ഇരിക്ക്. നോ. ഇരിക്ക്. ഇരിക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അറിയത്തില്ലായിട്ടല്ല. ഇങ്ങനെ പകുതി വരെ വരുവേ. ഇരിക്ക്. ഇരിക്ക്. ഇരിക്കടാ. ഇരി അവിടെ. ഇരിക്ക്. തുമ്പാ. ഇരിക്ക്. 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 തുമ്പാ എടുത്തു. ഇരിക്ക്. ഇരിക്ക്. ഓക്കെ എടുത്തോ. എന്റെ കാലിന്റെ മുമ്പിലല്ലോ വന്നിരിക്കുന്നത്, പുറകിലല്ലേ. ഇതേ ഈ പാല് പുഴുകി ഒഴിക്കരുത്. ഏതോ അച്ചാറിന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന സാധനം എനിക്ക് എന്റെ കൈ കിട്ടിയപ്പോ കൈ നിറച്ചു തരുന്നത്. കൈ കണ്ടില്ലായിരിക്കാം. ഇത് പുറത്തല്ലേ അങ്ങനെയാണെങ്കിൽ ഉള്ളു, അല്ല അകത്തന്നെ. ഈ കുലുക്കിയെല്ലാം മുളക് കൂട്ടി അങ്ങോട്ട് ഞാൻ പിരിഞ്ഞു പോകും. ചുമ്മാ ശാന്തതയെ പോലും ടിവിയിലുള്ളതാണോ?